നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. ഈ മാസം 25 കേസ് പരിഗണിക്കും. സാം പിത്രോദാസ്, സുമൻ ദുബ ഉൾപ്പെടെ 5 പേരുകൾ കുറ്റപത്രത്തിലുണ്ട്. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണക്കേസിൽ 661 കോടി രൂപയുടെ സ്വത്തുക്കൾ ED പിടിച്ചെടുത്തതിനു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. റൌസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, സാം പിട്രോഡ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തു. രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഉടമസ്ഥതയിലുള്ള യങ് ഇന്ത്യന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതര കൃത്യം നടന്നതായാണ് ആരോപണം. സ്വാതന്ത്ര്യ സമര സേനാനികൾ രൂപീകരിച്ച നാഷണൽ ഹെറാൾഡ് പത്രവും അതിന്റെ സ്വത്തും നിലവിലെ കോൺഗ്രസ് നേതാക്കൾ ധനസമ്പാദനത്തിനായി ഉപയോഗിച്ചതാണ് കേസിനാധാരം. കോൺഗ്രസിന്റെ മുഖപത്രമായി മാറിയ നാഷണൽ ഹെറാൾഡിന്റെ നടത്തിപ്പ് 5000-ഓളം വരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ ഓഹരി ഉടമകളായ അസോസിയേറ്റ് ജേണൽ ലിമിറ്റഡിനായിരുന്നു. അതേസമയം സാമ്പത്തിക ക്രമക്കേടുകൾ മൂലം 2018-ൽ പത്രം അടച്ചുപൂട്ടി. 2010-ൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചേർന്ന് യങ് ഇന്ത്യൻ കമ്പനി തുടങ്ങുകയും വെറും 50 ലക്ഷത്തിന് അസോസിയേറ്റ് ജേണലിനെ ഏറ്റെടുക്കുകയും ചെയ്തു. ഇതോടെ 2000-ലധികം കോടിയുടെ ആസ്തി രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പക്കലായി. അസോസിയേറ്റ് ജേണലിന്റെ ഓഹരി ഉടമകളുടെ ബന്ധുക്കളടക്കം ഇതിനെതിരെ രംഗത്ത് വന്നു. ഇതിനിടെ കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങളും നടത്തിയെങ്കിലും സുപ്രീം കോടതി ഇടപെട്ടു. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രതികളായ കള്ളപ്പണ കേസ് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. കുറ്റപത്രം സമർപ്പിച്ചതോടെ കോൺഗ്രസ് നേതാക്കളും നേതൃത്വവും കടുത്ത പ്രതിസന്ധിയിലാണ്. കൈരളി ന്യൂസ്, ദില്ലി.